ഞാൻ ഫസ്റ്റ് ടൈമാണ് മെന്റലിസം ചെയ്തിട്ട് ഒരാള് സന്തോഷം കണ്ട് കരയുന്ന ഞാൻ കാണുന്നത്. വിചാരിച്ചില്ല. ഹായ്, ഐ എം മെന്റലിസ്റ്റ് ഹേസൽ റോസ്. പേര് പറഞ്ഞോളൂ. ബാബുരാജ്. ഓക്കെ, ബാബുരാജിന്റെ അടുത്ത് ഞാനൊരു ചെറിയ പെർഫോമൻസ് ഇന്ന് ചെയ്യാൻ പോവാണ്. ഇനിയൊക്കെ നമുക്ക് നോക്കാം. ബാബുരാജിന് മനസ്സിൽ വിസിറ്റ് ചെയ്യണമെന്ന്, എനിക്ക് ഇന്ന സ്ഥലത്ത്, എനിക്ക് ഈ സ്ഥലത്ത് പോയേ പറ്റുള്ളൂ, അതെൻ്റെ ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ എൻ്റെ അത്രയ്ക്കുള്ളൊരു ആഗ്രഹമാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം പോയിരിക്കും, ആ സ്ഥലത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കാം. നന്നായിട്ട് ചിന്തിച്ചല്ലോ. ഇനി ഇമാജിൻ ചെയ്യുക, ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു, ആഗ്രഹിച്ച പോലെ തന്നെ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു. ഓക്കെ, അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ എത്തിയ ശേഷം ആ വാച്ചിലേക്ക് നോക്കുന്നു. വാച്ചിലേക്ക് നോക്കുമ്പം കാണുന്ന ടൈം ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം സ്ഥലവും ടൈമും ഫിക്സ് ചെയ്തു അല്ലേ? ഇപ്പൊ ഇത്രയും കാർഡ്സ് ഉണ്ട്, 52 കാർഡ്സ് ഉണ്ട് നമുക്ക്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് മനസ്സിൽ വിചാരിക്കാം. നമ്പർ കാർഡോ ഇമേജ് കാർഡോ ഏത് കാർഡാന്ന് വെച്ചാൽ ആ കാർഡ് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, വിചാരിച്ചു. ഇപ്പൊ 3 കാര്യങ്ങളായി. ഒന്ന് സ്ഥലമായി, ടൈം, കാർഡ്. ഓക്കെ, ഇത് 3 ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ബാബുരാജ് വരുമ്പോൾ തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ബാബുരാജിന് പറയാൻ പറ്റുമോ ആ സ്ഥലം ഏതാന്നുള്ളത്? ഒന്ന് പറഞ്ഞു, ഏതാ സ്ഥലം? കാശി. ഓക്കെ, ടൈം ഏതായിരുന്നു? 4:15. 4:15. AM ആണോ PM ആണോ? PM. ഓക്കെ, അപ്പൊ കാർഡ് ഏതായിരുന്നു? 6 ഓഫ് ഏതാണ്? അപ്പൊ 6 ഓഫ് ക്ലബ്സ്. ഓക്കെ, ഞാനിവിടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് എടുക്കാവോ? ഒന്ന് വായിച്ചു നോക്കണ്ടോ? ഓർക്കെ ഒന്ന് വായിക്കണേ. എന്താണ് എഴുതിയിരിക്കുന്ന സ്ഥലം? എന്താ അത്? ഒന്ന് ക്യാമറയ്ക്ക് തിരിച്ചു കാണിക്കാം. ഒരു മാറ്റമില്ല. ഓക്കെ, പ്രതീക്ഷിച്ചോ? പറയാൻ പറ്റുന്നു? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ തമ്മിൽ ഇതിന് മുന്നേ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യോ, പറയോ, സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഇവിടെ വന്ന് മനസ്സിൽ ചിന്തിച്ചതിന് മുന്നേ ഞാൻ എഴുതി വെച്ചതാണ് അല്ലേ? ഓക്കെ ബാബുരാജ്, താങ്ക് യു സോ മച്ച്.